ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സുധീഷാണ്. നമ്മുടെ എല്ലാം ഷിഞ്ചിത് ആൻറ്റിയില്ലേ, ആൻറ്റിക്ക് പുതിയൊരു പരാതി. ഈ ജയിലിൽ കൂടെ താമസിക്കുന്നവർ ഷിഞ്ചിത് ആൻറ്റിയെ ഉപദ്രവിക്കുന്നു, പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പുതിയൊരു പരാതി. അങ്ങനെ ഷിഞ്ചിത് ആൻറ്റി ഭയങ്കര വിഷമത്തിലാണ് ഗായ്സ്. ആൻറ്റിക്ക് ഇപ്പോൾ ഫോണില്ല. ഫോണൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആൻറ്റി ഇപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുത്ത് അത് മൊത്തം സോഷ്യൽ മീഡിയയൊക്കെ ഇട്ട് ആൾക്കാരെയൊക്കെ കാണിച്ച് ഭയങ്കര വൈറലായേനെ. ഇവർ വൈറലാകാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ആൻറ്റി ഇങ്ങനെ ചെയ്തത്. ബസ്സിലൊക്കെ കയറി വീഡിയോ ഒക്കെ എടുത്ത് മൊത്തം വൈറലാകാൻ വേണ്ടിയിട്ട് കുറച്ച് റീച്ചിന് വേണ്ടി ഒരുത്തനെ കൊന്നിട്ടാണല്ലോ ജയിലിൽ പോയി കിടക്കുന്നത്. അല്ല ചുമ്മാ ജയിൽ വിസിറ്റിനൊന്നും പോയതല്ലല്ലോ. അപ്പോൾ കൂടെ കിടക്കുന്ന ആൾക്കാർ ഉപദ്രവിക്കും. കൊന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഷിഞ്ചിത് ആൻറ്റിയെ ജയിലിൽ വന്ന് എന്തായാലും ആരും ഒന്നും ചെയ്യത്തില്ല. എന്തെന്ന് പറഞ്ഞാൽ പോലീസ് പ്രൊട്ടക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് ആരും ജയിലിൽ വന്ന് ആൻറ്റിയെ ഒന്നും ചെയ്യത്തില്ല. ആൻറ്റി ഇപ്പം ശിക്ഷയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴാണ് കളി മാറുന്നത്. ഈ നാട്ടുകാരും കുടുംബക്കാരും എല്ലാവരും ആൻറ്റിയെ ഓടിച്ചിട്ട് തല്ലും, പിന്നെ ചീത്ത വിളിക്കും. ആൻറ്റിക്ക് പുറത്തിറങ്ങാൻ പറ്റൂല, ആൾക്കാരടുത്ത് സംസാരിക്കാൻ പറ്റില്ല. എല്ലാവരും കൂടെ ആൻറ്റി അങ്ങ് ചവിട്ടി കൂട്ടും ഗായ്സ്. പിന്നെ വേറൊരു കോമഡി എന്ന് പറഞ്ഞാൽ ഷിഞ്ചിത് ആൻറ്റിയില്ലേ, ഷിഞ്ചിത് ആൻറ്റി രാത്രി കിടന്നുറങ്ങുമ്പോൾ ദീപക് ചേട്ടൻ്റെ ആത്മാവിനെ കണ്ട് നിലവിളിക്കുന്നു, സംസാരിക്കുന്നു, പിച്ചും പൈ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് കൂടെ കിടക്കുന്ന ആൾക്കാരൊക്കെ പറയുകയാണ്. ഭയങ്കര കരയുന്നു, എന്തൊക്കെയോ അപശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. ആൻറ്റിക്ക് നല്ല കുറ്റബോധമുണ്ട് സംഗതി. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. ഈ ഒരു മാറ്റർ അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ചേച്ചി എന്തായാലും പ്രാർത്ഥിച്ചിട്ടൊക്കെ കിടന്നുറങ്ങും. ഞാനും പ്രാർത്ഥിക്കാം കേട്ടോ. ചേച്ചി ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടേ ഒരു മന്ത്രവാദിയുണ്ട്, മന്ത്രവാദിനെയൊക്കെ പോയി കണ്ട് ഏലസും ചരടുമൊക്കെ ജപിച്ച് കെട്ടണം കേട്ടോ. പൂജയൊക്കെ ചെയ്യണം, എങ്കിലേ ഈ ആത്മാവൊക്കെ നമ്മളെ ഉപദ്രവിക്കാതിരിക്കുള്ളൂ കേട്ടോ. ചേച്ചി പേടിക്കേണ്ട, കുഴപ്പമൊന്നുമില്ല. എല്ലാം വച്ച് നോക്കുകയാണെങ്കിൽ ആൻറ്റിക്ക് നല്ല ബെസ്റ്റ് ടൈമാണ്.